വീട്ടിൽ കൊച്ച് എന്തെങ്കിലും ഈ പറഞ്ഞ പോലത്തെ പോയിസണസ് ആയിട്ടുള്ള എന്തെങ്കിലും കുടിക്കുക എന്ന് വിചാരിക്കുക, ഇസ് ദർ എനിത്തിങ് ആദ്യം ചെയ്തിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണ്ടേ? കുട്ടികൾ ഇതുപോലെ പലപ്പോഴും ഈ മണ്ണെണ്ണയും അതുപോലെ പെട്രോളൊക്കെ കുടിച്ചിട്ടായിരിക്കും വരുന്നത്. അതിന് പിന്നിൽ അഡൽസിൻ്റെ ഒരു പ്രധാന പങ്കുണ്ട്. നമ്മുടെ ഒരു പരിപാടിയുണ്ട്, നമ്മൾ ഈ പെപ്സിയും കൊക്കോളയൊക്കെ കുടിച്ചിട്ട് പെറ്റ് ബോട്ടിൽസ് കളയാണ്ട് വയ്ക്കും. അത് കളയാണ്ട് വിൽക്കുമെന്ന് മാത്രമല്ല, അതിനകത്ത് മണ്ണെണ്ണയും പെട്രോൾ ഒഴിച്ച് വയ്ക്കുകയും ചെയ്യും. കുട്ടികൾക്കറിയാം ഇതിനകത്ത് ഈ ഓറഞ്ച് കളറിൽ ബ്രൗൺ കളറിൽ ഇരിക്കുന്ന പെട്രോളാണോ. അത് മിക്കപ്പോഴും ഈ ഒരു കൊറോസീവ് ഇഞ്ചക്ഷനായിട്ട് വരുന്ന കുട്ടികൾ ഇതുപോലെ ഈ പെറ്റ് ബോട്ടിൽസിൽ ഇരിക്കുന്ന വീട്ടിലിരുന്ന് കുടിച്ചിട്ടായിരിക്കും വരുന്നത്. അത് ഒരിക്കലും കുറയുന്നില്ല, ഇപ്പോഴും അങ്ങനെ ചെയ്യുന്നത്. ആ ഒരു കാര്യം നമ്മുടെ ഒരു സജസ്റ്റ് ചെയ്യുന്നത്, ദയവ് ഇത് പെറ്റ് ബോട്ടിൽസ് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ തന്നെ ഇങ്ങനെ കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാൻ വെക്കരുത്. അവർക്ക് തുറക്കാൻ പറ്റും. അവർക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടോ, അവർ പറയുമില്ലല്ലോ. പെപ്സി ഒന്നും അവർക്ക് കൊടുക്കാത്ത കുട്ടികളാണ് ഇവർ വിചാരിക്കുക അവിടെ പെപ്സി ഇരിക്കുന്നത് കുടിച്ചിട്ടാണ്. ഈ മണ്ണെണ്ണയുടെ ഒക്കെ കളർ എന്ന് പറയുമ്പോൾ ഭയങ്കര അപ്പീലിംഗ്, ഇറ്റ്സ് വെരി ഗുഡ് കളർ അല്ലേ. അതൊക്കെ ഒന്ന് കുടിച്ച് നോക്കാനൊക്കെ തോന്നുമായിരിക്കും. അപ്പോൾ കഷ്ടം തോന്നും അവർ വരുന്നത് കാണുമ്പോൾ. പിന്നെ മെയിൻ തിങ്, ഒരിക്കലും ഛർദ്ദിപ്പിക്കാൻ ശ്രമിക്കരുത്. വായ്ക്കകത്ത് കൈയിട്ടോ വെള്ളം ഒരുപാട് കൊടുത്തിട്ടോ ഒക്കെ വൊമിറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് ഈ എസ്പെഷ്യലി ഈ കെറസിനൊക്കെ ആണെങ്കിൽ, കെറസിൻ എന്ന് പറയുമ്പോൾ വോളറ്റൈൽ കോമ്പൗണ്ട് എന്ന് പറയും. അത് മേലേക്ക് വരുന്നത് ഇത് എയർ ആയിട്ടായിരിക്കും. ഇറ്റ് ഗോസ് ഇൻ ആസ് വാട്ടർ. പക്ഷെ പുറത്തോട്ട് വരുമ്പം അത് ഗ്യാസ് ആയിട്ട് വോളറ്റൈൽ ആയിട്ടായിരിക്കും വരുന്നത്. അത് നേരെ ലങ്സിലോട്ട് പോകും. ലങ് ഡാമേജ്, സിവിയർ ലങ് ഡാമേജ് ഉണ്ടാക്കും. ഇപ്പോൾ ഈ കുസൃതികളും വ്യത്യാസങ്ങളും എല്ലാം സാധാരണ ആളുകളെ എത്തിക്കാറുള്ളത് ICUയിലേക്കാണല്ലോ. ഇതെല്ലാം കൂടി പോവുകയും എല്ലാം വരുമ്പോൾ നമ്മൾ വീഡിയോസിലും റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്. ചില പിള്ളേരുടെ മൂക്കിന്ന്, ഞാൻ ഒരു തവണ ഒരു വീഡിയോയിൽ കണ്ടൊരു കുഞ്ഞ് കാറ് മൂക്കിന്ന് പുറത്തെടുക്കണം, ചെറിയൊരു കാറ്. അതുപോലെ ബട്ടൺ വിഴുങ്ങുക, കോയിൻ വിഴുങ്ങുക, അങ്ങനത്തെ കേസുകളൊക്കെ കാണാറുണ്ട്. ഒരു പീഡിയാട്രിക് ICUയിൽ എന്തൊക്കെയാണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന കാഴ്ചകൾ? അത് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ആക്ച്വലി ഒരു സൈഡ് എന്ന് പറയുമ്പോൾ ആക്സിഡൻ്റൽ, അത് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അത് നമുക്ക് രണ്ടാമത്തെ കാര്യമായിട്ട് പറയാം. ഫസ്റ്റ് തിങ് ഇസ് ലൈക്ക് നാച്ചുറലി പോകുന്ന ഒരാൾക്ക് ഒരു സിക്നസ് വരിക. അപ്പോൾ അത് വരുന്നത് കോമൺലി കാണുന്നത് നമ്മൾ ഒരു റെസ്പിറേറ്ററി ഇൽനെസ്, ഒരു ഫീവർ വന്നു, ചുമ വന്നു, അതിനുശേഷം ശ്വാസം മുട്ട് വരിക, ബ്രീതിങ്ങിൻ്റെ റേറ്റ് കൂടിയിട്ടും ഭയങ്കരമായിട്ടും ഡിസ്ട്രെസ് വന്നിട്ടും, അല്ലെങ്കിൽ ആസ്മ കൂടിയിട്ട് അങ്ങനെ വരുന്നത്. പിന്നെ അല്ലാതെ വരുന്നത് നമുക്ക് സിവിയർ ഇൻഫെക്ഷൻസ് പറയുമ്പോൾ അതിൽ ഈ ട്രോപ്പിക്കൽ ഇൻഫെക്ഷൻസ് വരും. നമ്മുടെ ഡെങ്കി, മലേറിയ അതൊക്കെ വരും. ഡെങ്കിയാണ് മോർ കോമൺ. പിന്നെ ഉള്ളത് അല്ലാതെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് വന്നിട്ട് വരാം. പിന്നെ വൈറസസ് വളരെ കോമൺ ആണ്. വൈറൽ ഇൻഫെക്ഷൻ വന്നിട്ട് ശ്വാസമുട്ടായിട്ട് കുട്ടികൾ വരാറുണ്ട്. പിന്നെ ഈ ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യുന്ന ഇൻഫെക്ഷൻസ്. പിന്നെ സാർ ഇപ്പോൾ പറഞ്ഞില്ലേ, സീഷേഴ്സ്, ഫിറ്റ്സ് വന്നിട്ട് കുറേ നേരം നീണ്ടു നിൽക്കുന്ന അങ്ങനെയുള്ള കുട്ടികൾ. പിന്നെ ഉള്ളത് ഈ ആക്സിഡൻ്റൽ പാർട്ട് പറയുമ്പോൾ നമുക്ക് അവോയ്ഡബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണല്ലോ. അതിൽ ഫസ്റ്റ് തിങ് ഈസ് പോയ്സണിങ്. നമ്മൾ കെറസിൻ അങ്ങനത്തെ സാധനങ്ങൾ കുട്ടികൾക്ക് ആക്സസ് കൊടുക്കുകയാണെങ്കിൽ അവർ എടുത്തറിയാണ്ട് കുടിച്ചിട്ട് വരുന്നത്. പിന്നെ ഉള്ളത് ഈ ഡ്രെയിൻ ക്ലീനേഴ്സ്, ഫ്ലോർ ക്ലീനേഴ്സ്, അതെല്ലാം അറിയാണ്ട് ഈ 2 ഇയർ ആ ഏജിൽ ഗ്രൂപ്പിലൊക്കെ അവരെ അറിയാതെ ചെയ്യുന്നതാണ്. അവർ ദേ ഷുഡ് ബി അക്കമ്പനീഡ് അല്ലേ. അറിയാതെ ഒന്ന് കണ്ണ് തെറ്റിയാൽ ചിലപ്പോൾ എടുത്ത് കുടിക്കുന്നതായിരിക്കും. അങ്ങനെ വരാറുണ്ട്. പിന്നെ ഈ നമ്മളെപ്പോഴും ഒരു എൻവയൺമെൻറ്റ് ചൈൽഡ് സേഫ് ആക്കി വെക്കണം. ചെറിയ ബട്ടൺ ബാറ്ററീസ് എസ്പെഷ്യലി ഭയങ്കര കേടുള്ള സാധനമാണ്. ഒരിക്കലും ബട്ടൺ ബാറ്ററി ഇഞ്ചക്ഷൻ ഭയങ്കര കേടാണ്. ഈ ബട്ടൺ ബാറ്ററി ചെന്നിട്ട് ഒന്നിപ്പോൾ നമ്മുടെ 2 പൈപ്പ്സ് ഉണ്ടല്ലോ, ഒന്ന് നമ്മുടെ ഫുഡ് പോകുന്ന പൈപ്പ്, ഒന്ന് നമ്മുടെ എയർവേ. ഇതിലേതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ആ സാധനം ഇരുന്നിട്ട് അത് ആ ഭാഗം മൊത്തം ഇങ്ങനെ നശിപ്പിക്കും. എന്നിട്ട് അത് ഇറോഡ് ചെയ്ത് പോകുന്ന പറയും. ഇറോഷനാണ് അവിടെ സംഭവിക്കുന്നത്. അവിടെയും കുടിക്കുക ഇരുന്നിട്ട്. അതുകൊണ്ട് ബട്ടൺ ബാറ്ററി ഭയങ്കര കേടാണ്. ബട്ടൺ ബാറ്ററി, മാഗ്നറ്റ്. അപ്പോൾ അതൊരു ചൈൽഡ് സേഫ്റ്റി പാർട്ട്. പിന്നെ ട്രോമ, ആക്സിഡൻസ്, ഡ്രൗണിങ്, ഇലക്ട്രിക്കൽ ഇഞ്ചുറി, ഇതൊക്കെയാണ് നമുക്ക് ആക്സിഡൻ്റൽ പാർട്ടിൽ വരുന്നത്. അപ്പോൾ ഇതിൽ അവോയ്ഡബിൾ ആയിട്ടുള്ള കുറച്ച് ആക്സിഡൻറ്റ്, നമ്മളിപ്പം കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ ഫ്രണ്ട് സീറ്റിൽ കുട്ടികളെ ഇരുത്തുക, ഫോർ ദ പബ്ലിക് പറയുമോ, ഫ്രണ്ട് സീറ്റിൽ കുട്ടികളിരിക്കുക, അമ്മ സീറ്റ് ബെൽറ്റ് ഇട്ട് അമ്മ ഇരിക്കുകയാണെങ്കിൽ ഒരിക്കലും കുട്ടിയെ മടിയിലിരുത്തരുത്. ദി ഷുഡ് ബി ഇൻ ദ റെയർ സീറ്റ്. അങ്ങനെയൊക്കെ കുറച്ച് പ്രിവെൻറ്റബിൾ ആക്സിഡൻറ്റ് പാർട്ട് കുറച്ച് വരും. ബട്ട് മെജോറിറ്റി വിൽ ബി ലൈക്ക് ദറ്റ് വീസിങ്, ശ്വാസമുട്ട്, ന്യൂമോണിയ, അതൊക്കെ ആയിരിക്കും കൂടുതൽ. ഇതിൽ ഇപ്പോൾ ഈ ബട്ടൺ ബാറ്ററിയുടെ കാര്യം പറഞ്ഞിട്ടില്ലേ, അത് പിള്ളേർ ശരിക്കും അത് അറിയുമോ? എന്നിട്ട് അത് ഉള്ളിൽ പോയിരിക്കുന്ന അത് അറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഇവരിപ്പം ഞാൻ പറഞ്ഞില്ല, ഇവർ അൺഅക്കമ്പനീഡ് ആയിട്ട് ഇരിക്കുമ്പോഴായിരിക്കും ഇതൊക്കെ എടുത്ത് വിഴുങ്ങുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇവർ വരുമ്പം നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇവർക്ക് എന്തുവാന്നുള്ളത്. ചിലപ്പോൾ ഇവർ വരുമ്പോൾ ചിലപ്പോൾ ശ്വാസമുട്ടായിട്ട് വരുന്നതായിരിക്കും. ചിലപ്പോൾ ഈ വയറിൽ ഈ ബട്ടൺ ബാറ്ററി ഏതെങ്കിലും ഇൻഡസ്ട്രിയിലൊക്കെ പോയിരുന്നിട്ട് അത് അവിടെ നിന്ന് പൊട്ടിയിട്ട് ഇൻഡസ്ട്രൈൻ പെർഫറേറ്റ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്കിതൊന്നും അറിയാൻ പറ്റത്തില്ല ഇവരിത് കഴിച്ചിട്ടാണ് ഇത് വരുന്നതെന്ന് മനസ്സിലായോ. ചിലപ്പോൾ നമ്മളൊരു എക്സ്റേ എടുത്ത് നോക്കുമ്പോഴായിരിക്കും അവിടെ ഒരു ബട്ടൺ ബാറ്ററി ഇരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും?
അപ്പോൾ പിന്നെ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണം. ബാക്കി ഇനി എന്താ ചെയ്യണം? അത് പിന്നെ ഓപ്പൺ, അങ്ങനെ അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഓപ്പൺ ചെയ്തിട്ട് എടുക്കാൻ പറ്റും. സർജിക്കലി ഓപ്പൺ ചെയ്ത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഇനിഷ്യൽ ഫ്യൂ അവേഴ്സ് ഉണ്ട് ബട്ടൺ ബാറ്ററി ഇഞ്ചക്ഷൻ്റെ ഒക്കെ. അതൊക്കെ ആണെങ്കിൽ നമുക്ക് ആദ്യത്തെ സമയത്ത് തന്നെ വന്ന് അതിനാദ്യം നമ്മൾ ഈ ബട്ടൺ ബാറ്ററി കൊച്ചു ഇഞ്ചസ്റ്റ് ചെയ്തു എന്ന് തോന്നുന്ന സമയത്ത് തന്നെ ഹണി കൊടുക്കാൻ പറയും. എന്നിട്ട് ഉടനെ തന്നെ ഇൻഫോം ചെയ്തിട്ട് ഹോസ്പിറ്റലിലോട്ട് വരാൻ പറയും. എക്സ്റേ എടുത്ത് നോക്കും എവിടെയാണ് പൊസിഷനിൽ. ഫസ്റ്റ് 12 hours ആണെങ്കിൽ നമുക്ക് സ്കോപ്പ് ഇട്ട് എടുക്കാൻ പറ്റുന്ന പൊസിഷനിലാണെങ്കിൽ സ്കോപ്പ് ഇട്ട് എടുക്കും. അതിലോട്ട് പോകുന്നതിന് മുന്നേ ചോദിക്കട്ടെ, ഇപ്പോൾ ഒരു കുട്ടിയുടെ കാര്യത്തിൽ ജീവൻ രക്ഷിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ആ ഗോൾഡൻ അവർ ഇസ് വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. എന്താണ് ഈ ഗോൾഡൻ അവർ? ഈ ഗോൾഡൻ അവർ എന്ന് പറയുന്നത് നമുക്കൊരു ഇഞ്ചുറി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ട് ഒരു ഇൻഫെക്ഷൻ എന്തെങ്കിലും ഒരു വന്നു കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടുള്ള ഒരു 1 hour. മെയിൻലി അത് ട്രോമയുടെ കാര്യത്തിലാണ് കൂടുതലും പറയുന്നത്. എന്നാലും നമുക്ക് ആ ഗോൾഡൻ അവർ എല്ലാത്തിലും യൂസ് ചെയ്യാം. ബിക്കോസ് നമ്മൾ മെയിൻലി നമുക്കുള്ള മേജർ ഓർഗൻസ്, അതായത് ബ്രെയിൻ, ഹാർട്ട് ആൻഡ് കിഡ്നി, ഇതിലേക്കുള്ള ബ്ലഡ് സപ്ലൈ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ. അപ്പോൾ ഒരു ട്രോമ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കൂടുതലായിട്ട് ബ്ലീഡിങ് വരും. ബ്ലീഡിങ് വരുമ്പോഴത്തേക്കും നമ്മൾ മേജർ ഓർഗൻസിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ നിൽക്കുവാണ്. അപ്പോൾ നമ്മൾ എമർജൻസി ആയിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഓടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക, ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വാട്ട് എവർ ഇസ് നീഡഡ് അത് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു 1 hour അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതെല്ലാം ഡാമേജ് ആയി പോയി കഴിഞ്ഞാൽ നമ്മൾ വേറൊരു അടുത്ത ലെവലിലേക്ക് പോകും ആ കുട്ടിയുടെ അവസ്ഥ. അപ്പോൾ ആ ഒരു ഫസ്റ്റ് അവറിൽ ചെയ്യേണ്ട. പിന്നെ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞു. ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ ഫസ്റ്റ് അവറിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ആൻറ്റിബയോട്ടിക്. ഇൻഫെക്ഷൻ വന്ന് നമ്മൾ യൂഷ്വലി ഒരു ICUയിലും എമർജൻസിയിലും കാണുന്നത് ഇൻഫെക്ഷൻ വന്നിട്ട് ഒരു ഷോക്ക്, അതായത് BP കുറഞ്ഞൊക്കെ ആയിരിക്കും കുട്ടികൾ വരുന്നത്. അപ്പം ആ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അതിനൊരു ആൻറ്റിബയോട്ടിക് കൊടുക്കുക. ആ ഷോക്ക്, അതായത് BP ഫോൾ ഡിറ്റക്ട് ചെയ്ത് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. അപ്പോഴാണ് നമ്മുടെ ഈ മേജർ ഓർഗൻസ് നമുക്ക് ഡാമേജ് ഇല്ലാതെ രക്ഷിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു കുട്ടി ഒരു ശ്വാസമില്ല അല്ലെങ്കിൽ കൊളാപ്സ് ആവുന്നു, അപ്പോൾ അതിന് ബ്രെത്ത് എടുക്കുന്നില്ല. അപ്പോൾ എമർജൻസി ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് CPR ആണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ആ ഫസ്റ്റ് അവറിൽ, അത് CPR ഒരു അവറൊന്നുമില്ല, അതൊരു വിത്തിൻ സെക്കൻഡ്സ് വി ഷുഡ് സ്റ്റാർട്ട് എന്നാണ്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു ആക്റ്റീവ് കാര്യങ്ങൾ കുറച്ചുണ്ട്. അതിപ്പം ഒരു ലിപ്പൊക്കെ സൈനോസിൽ, അതായത് ബ്ലൂയിഷ് ആയിട്ട് ശ്വാസം മുട്ടി വരുന്നൊരു കുട്ടി, അവൻ ഫസ്റ്റ് വേണ്ടത് കുറച്ച് ഓക്സിജൻ ആയിരിക്കും. അപ്പോൾ ഇനിഷ്യലി കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുത്താൽ മേ ബി വി ക്യാൻ പ്രൊട്ടക്ട് ദ ഫർദർ ഇഞ്ചുറീസ് ടു ദ മേജർ ഓർഗൻസ്. അതാണ് മെയിനായിട്ട് ഗോൾഡൻ അവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കി നിൽക്കുകയാണ്, കുട്ടി എന്തെങ്കിലും എടുത്ത് വിഴുങ്ങാൻ പാടില്ലാത്തൊരു സാധനം എന്ന് വിചാരിക്കാം. ഏറ്റവും അടുത്ത് ചെയ്യേണ്ടത് എന്തായിരിക്കും? നമുക്കിപ്പം ഒരു ബാറ്ററി എന്ന് തന്നെ പറയാം. ബാറ്ററി കുട്ടി വിഴുങ്ങി, ബാറ്ററി ഒരു കളിപ്പാട്ടം ചെറിയ സാധനം എടുത്ത് വിഴുങ്ങുവാണെങ്കിൽ ഏറ്റവും ആദ്യം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നതിന് മുന്നേ ചെയ്യേണ്ട വല്ലതും ഉണ്ടോ? ഉണ്ട് കേട്ടോ. കാരണം നമ്മളിപ്പം അവനത് വിഴുങ്ങുന്ന ഇത് ആക്ച്വലി നമുക്ക് ഒന്ന് അന്നനാളം, ഒന്ന് ശ്വാസകോശം. അത് അന്നനാളത്തിലോട്ട് പോവുകയാണെങ്കിൽ അത് താഴോട്ടിറങ്ങി പൊക്കോളും. മനസ്സിലായോ? അങ്ങനെ പോയാലും ഞങ്ങളുടെ അടുത്ത് ആ സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ എക്സ്റേ എടുത്ത് അതിൻ്റെ പൊസിഷനൊക്കെ നോക്കി അത് എന്ത് സാധനമാണ്, അതിനൊക്കെ നമുക്കൊരു സമയമുണ്ട്, ടൈമുണ്ട് നമുക്ക് ചെയ്യാനായിട്ട്. പക്ഷേ ഇഫ് ഇറ്റ് ഗോസ് ടു ദ എയർവേ, നമ്മുടെ ബ്രീതിങ് ഇതിലോട്ട് പോയി കഴിഞ്ഞാൽ അത് ബ്ലോക്ക് ആവും. അപ്പം പെട്ടെന്ന് എന്ത് ചെയ്യണം? അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. ഈവൻ ഫോർ അഡൾട്ട് ചോക്കിങ്, പേഷ്യൻറ്റ് ചോക്ക് ചെയ്ത് തുടങ്ങും. ചോക്കിംഗ് എന്ന് പറയുന്ന ഒരു എയർവേ, നമ്മുടെ മേജർ എയർവേ, അതായത് ട്രക്കിയ, അത് ബ്ലോക്ക് ആകുമ്പോഴത്തേക്കും നമുക്ക് കാൺ ടോക്ക്, കാൺ ബ്രീത്ത്, കാൺ കോഫ്, ഇത് മൂന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ സഫോക്കേഷൻ കാണിക്കും. അകത്തോട്ടും പോകത്തില്ല, പുറത്തോട്ടും പോകത്തില്ല. അപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ചോക്കിയാണ്, ഉള്ളിൽ അത് എയർവേയിലേക്കാണ് പോയിരിക്കുന്നതെന്ന്. സഡൻലി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഹെംലിക്സ് മാനൂവർ എന്ന് പറയും. 1 year താഴെയുള്ള കുട്ടിയാണെങ്കിൽ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. 1 year മുകളിലുള്ള അഡൾട്ട് വരെയുള്ള ആൾക്കാരാണെങ്കിൽ ഹെംലിക്സ് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നറിയില്ല, അല്ലല്ല നിൽക്കുന്ന ആൾ തന്നെ ആയിരിക്കും. ബിക്കോസ് അത് ചോക്കിങ്ങിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് അല്ലേ, പിന്നെ കൊളാപ്സ് ചെയ്യത്തുള്ളൂ. അതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ടതാ യു മേക്ക് എ ഫിസ്റ്റ്, ഇങ്ങനെ ഒരു മുഷ്ടി ചുരുട്ടുക. എന്നിട്ട് ഈ കൈ കൊണ്ട് പിടിക്കുക. ഇത് നമ്മളിപ്പോൾ ഫ്രണ്ടിൽ ഇയാളുടെ ബാക്കിൽ, ഇതാണ് ആൾ നിൽക്കുന്നത്, ഇയാളുടെ ബാക്കിൽ പോവുക. ജസ്റ്റ് ഈ ചെസ്റ്റിൻ്റെ താഴെയും, അതായത് നമ്മുടെ നേവലിൽ അംബ്ലിക്കസിൻ്റെ ജസ്റ്റ് മുകളിൽ, നമ്മുടെ പൊക്കിളിൻ്റെ മേളിലും നമ്മുടെ ഇവിടെ ഒരു ബോണുണ്ട്, ആ ബോണിൻ്റെ താഴെയും നടുക്ക് വെച്ചിട്ട് ഈ മുഷ്ടിയുടെ ഈ സാധനം ഇവിടെ വെക്കുക. ജസ്റ്റ് സ്റ്റാൻഡ് ബിഹൈൻഡ് ദ പേഷ്യൻറ്റ്. എന്നിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്യുക. എന്നിട്ട് ബാക്ക് ആൻഡ് അപ്പ്, അതായത് ബാക്കിലോട്ട് മേളിലേക്കും ഫോഴ്സ്ഫുള്ളി പുഷ് ചെയ്യുക. കണ്ടിന്യൂ ഡൂയിങ് ദിസ് ടിൽ ദ തിങ് കംസ് ഔട്ട്. അല്ലെങ്കിൽ ഈ നിൽക്കുന്ന ആൾ കൊളാപ്സ് ചെയ്യുന്നവർ ഇത് തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം, കണ്ടിന്യൂസ്ലി ഇത് ചെയ്യുക. അപ്പോൾ കൊളാപ്സ് ചെയ്യുമ്പോൾ തറയിൽ കിടത്തിയിട്ട് CPR സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. കാരണം നമുക്ക് വേറെ വഴിയില്ല. പക്ഷെ അപ്പം ഇത് പുറത്ത് വരത്തില്ലല്ലോ CPR സ്റ്റാർട്ട് ചെയ്ത്. ഇല്ല, പക്ഷേ അപ്പോൾ ജീവൻ നിലനിർത്താൻ CPR സ്റ്റാർട്ട് ചെയ്തിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാന്നുള്ളത് വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഹോസ്പിറ്റലിൽ എത്തുന്നവരെ CPR ചെയ്യണം. പക്ഷേ ഇത് ചെയ്യാൻ പറ്റുന്ന ഇത് ഭയങ്കര എഫക്റ്റീവാണ്. നമ്മൾ വിചാരിക്കുന്ന പോലല്ല. ഡൂ ദിസ്, ഇങ്ങനെ നമ്മൾ ചെയ്തിട്ട് ഇത് വെച്ചിട്ട് കണ്ടിന്യൂസ്ലി അപ്പ് ആൻഡ് എല്ലാ അമ്മമാരും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെ ബാക്കിലേക്കും മേളിലേക്കും. ബിക്കോസ് ഇവിടെ എവിടെയാണ് ഇത് ഇരിക്കുന്നത്, ഇറ്റ് ഷുഡ് കം ഔട്ട് വിത്ത് ദാറ്റ് ഫോഴ്സ്.
അപ്പോൾ നമ്മുടെ ബാക്കിൽ നിന്നിട്ട് ചെയ്യുക. കൊച്ചു കുട്ടികളാണെങ്കിൽ നമ്മൾ നീല് ചെയ്തിട്ട്, നമ്മൾ നീലിങ്ങനെ ഇരിക്കത്തില്ലേ, കൊച്ചുകുട്ടികളുടെ ഹൈറ്റ് അവരുടെ അനുസരിച്ച് ആ ഹൈറ്റ് അനുസരിച്ച് ഹീലിൽ നിന്നിട്ട് ചെയ്യുക. 1 ഇയറിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ പറയട്ടെ, 1 ഇയറിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ നമ്മുടെ ലാപ്പിലോട്ട് അവരെ എടുക്കുക. എന്നിട്ട് ഇവർ കുറച്ച് ബോധം കാണും, ഇങ്ങനെ ശ്വസിക്കാൻ ബുദ്ധിമുട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ തല ഇങ്ങനെ താഴെ വരുന്ന രീതിയിൽ ഒരു കയ്യിലേക്ക് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ കിടത്തുക. എന്നിട്ട് നമ്മൾ അവരുടെ ബാക്കിലെ ബോണുണ്ട്, ഷോൾഡർ ബ്ലേഡ്സ് എന്ന് പറയും, അതിൻ്റെ ഇടയ്ക്കോട്ട് ഈ കൈയുടെ ഈ ഭാഗം വെച്ചിട്ട് ബാക്ക് സ്ലാപ്സ് 5 times ബാക്ക് സ്ലാപ്സ് നല്ല ഫോഴ്സ്ഫുള്ളി ഇങ്ങനെ നമ്മൾ ഈ പറയുന്ന പോലെ എയർവേയുടെ മേലിരിക്കുന്ന ഒരു സാധനം പുറത്തേക്ക് തെറിച്ച് വീഴണം. സോ ബാക്ക് സ്ലാപ്സ് ഇങ്ങനെ അങ്ങോട്ട് പുഷ് ചെയ്ത് ബാക്ക്, അതായത് തല താഴോട്ടിരിക്കണം, കുട്ടി ഇതിൽ കിടക്കണം. 1 ഇയറിന് താഴെയുള്ള കുട്ടികളെ നമുക്ക് ഇങ്ങനെ കിടത്താൻ പറ്റും. സോ ഡു ദിസ് ബാക്ക് സ്ലാപ്സ് 5 times. എന്നിട്ട് അതുപോലെ തന്നെ തിരിച്ച് അതിൽ ഇങ്ങനെ തിരിച്ച് കിടത്തിയിട്ട് ആ ചെസ്റ്റിൽ ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് ത്രസ്റ്റ് ചെയ്യണം, ഇങ്ങനെ ത്രസ്റ്റ് കൊടുക്കണം. സെയിം ഇതിൽ ഏതെങ്കിലും അപ്പോൾ അപ്പോഴും ഹെഡ് കുറച്ച് താഴെ, അതായത് ഫോറിൻ ബോഡി ഉണ്ടെങ്കിൽ അത് ബാക്കിലേക്ക് വരണം. അപ്പോൾ എന്നിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്ത് നോക്കണം വായിക്കകത്ത് വന്നിട്ടുണ്ടോ എന്ന്. കൊളാപ്സ്, അതായത് കുട്ടിക്ക് ബോധം പോകുന്നത് വരെ, കുട്ടിക്ക് ബ്രീത് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, മൊത്തമായി അത് കൊളാപ്സ് ചെയ്യുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ബാക്ക് സ്ലാപ്സ് ചെസ്റ്റ് സ്ട്രെസ് കൊടുത്തുകൊണ്ടിരിക്കണം. എഗെയിൻ കൊളാപ്സ് ചെയ്ത CPR. പക്ഷെ പിള്ളേരുടെ CPR ചെയ്യുമ്പോൾ ഡിഫറെന്റ് അല്ലേ, വലിയവരുടെ ചെയ്യണ പോലെ അല്ലല്ലോ. 1 ഇയറിന് താഴെയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ അല്ലേ, ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ചെസ്റ്റിന് ഫുള്ള് ചെയ്ത് ഇങ്ങനെ പിടിച്ചിട്ട്, വേണമെങ്കിൽ സെപ്പറേറ്റ് വീഡിയോ നമുക്ക് ഇടാം. ഇങ്ങനെ ഇത് ചെയ്യുന്നത് ഇങ്ങനെ ഫുൾ അവരിങ്ങനെ, ഇതാണ് കുട്ടിയെങ്കിൽ നമ്മൾ കുട്ടി ഇങ്ങനെ മൊത്തത്തിൽ വരിഞ്ഞ് പിടിച്ചിട്ട് ചെസ്റ്റിൻ്റെ അവിടെ ഡു ദിസ് 30 times and 2 breaths, കണ്ടിന്യൂസ് 30 times and 2 breaths. അങ്ങനെ ഇത് ഒരാൾ മാത്രമേ ഹെൽപ്പിനുള്ളപ്പോൾ 30 times and 2 breaths, 2 പേര് ഹെൽപ്പിനുള്ളപ്പോൾ 50 times and 2 breaths. അങ്ങനെ അഡൽട്ട് 1 ഇയറിന് താഴെ മുകളിലുള്ളവർക്ക് വി ഡു ദ സെയിം. ഇങ്ങനെ കൈവയ്ക്കുക ചെസ്റ്റിൻ്റെ താഴെ, അതായത് ഈ ഭാഗം ഇവിടെ കൈവയ്ക്കുക, നല്ല ഫോഴ്സ്ഫുള്ളി ഇത് മൂവ്മെൻറ്റ് ഇവിടെ നിന്നായിരിക്കണം മൂവ്മെൻറ്റ് വരുന്നത്, കംപ്രസ് കൊടുക്കുക. സെയിം 30:2 15:2 അങ്ങനെ വരും.